ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ സുജിഷ. ഇനി നമുക്ക് സ്കിൻ കെയറിലെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള നമ്മൾ പറയുന്ന 5 സ്റ്റെപ്പാണ് ഉള്ളത് അല്ലേ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ടോണിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഇനി അതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അമേസിംഗ് ആയിട്ടുള്ളൊരു അടിപൊളി പ്രോഡക്റ്റ്, ഒരു നാച്ചുറൽ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ സ്കിൻ കെയറിനെ കുറിച്ച് അറിയുന്നവർ അല്ലെങ്കിൽ ചെയ്യുന്നവരുടെയൊക്കെ ഒരു ചെറിയൊരു ഡൗട്ടാണ്, നമ്മളിത് ഇങ്ങനത്തെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള 100% നാച്ചുറലായിട്ട് പ്രോഡക്റ്റ് പലർക്കും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല അല്ലേ. പലരും പരസ്യമൊക്കെ കണ്ടിട്ട് ഓൺലൈനൊക്കെ ആയി വാങ്ങുന്ന പ്രൊഡക്റ്റുകളൊക്കെ ആയിരിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 100% നാച്ചുറൽ ആയിട്ടുള്ളതായിരിക്കണം. എന്താ പറയുക, നമ്മളെ ദോഷമായിട്ട് ബാധിക്കുന്നതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇന്റേണലി നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും വരാം. അതിൽ ഈ ടോണിങ് എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പ് പലർക്കും അറിയത്തില്ല, പിന്നെ പലരും അത് ശ്രദ്ധിക്കത്തില്ല, അതങ്ങ് നെഗ്ലക്ട് ചെയ്യാറാണ് പതിവ്. പക്ഷേ ടോണിങ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നമ്മുടെ സ്കിന്നിന്, പ്രത്യേകിച്ച് നമ്മുടെ ഫേസിന് നല്ല രീതിയിൽ ഹെൽത്തി ആക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ടോണിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ടോണിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അല്ല, ഫേസ് വാഷ്, നല്ല ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു ടോണിങ് ചെയ്യുന്നു. അപ്പം ഈ ടോണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഫേസിലുള്ള സുഷിരങ്ങളൊക്കെ ഓപ്പൺ ആയിരിക്കും അല്ലെ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ സുഷിരങ്ങൾക്ക്, ആ പോസിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ഡേർട്ട് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു എക്സ്ട്രാ ക്ലീനിങ്ങിന് ആ ഫേസ് വാഷിനെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ടോണിങ്ങിലൂടെ സാധിക്കുന്നത് ആ ഒരു എക്സ്ട്രാ ക്ലീനിങ് ആണ്. പ്ലസ് നമ്മൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, കാരണം പലർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഫേസിൽ പ്രശ്നം ഉണ്ടാകും, ഒരു സെറം പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് ട്രീറ്റ്മെൻറ്റിനായിട്ട്. ആ നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സെറം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, അതിനെ മാക്സിമം അബ്സോർപ്ഷനെ സഹായിക്കുന്ന ഒരു സ്റ്റെപ്പ് കൂടിയാണ് ടോണിങ്. സോ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുക, സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ഒരു ടോണിങ്ങിനായിട്ട് 100% നാച്ചുറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യുകയാണ്. ഇത് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചത്. വർഷങ്ങളായി ഞാൻ ഉപയോഗിക്കുന്നൊരു പ്രൊഡക്റ്റാണിത്. അതായത് സ്ലോഗയിലെ 3-in-1 ക്ലൻസർ ടോണർ മേക്കപ്പ് റിമൂവർ. ഓക്കെ, ഇത് പേര് കണ്ടിട്ട് പേടിക്കണ്ട, ഇത് 3 ഗുണങ്ങൾ ഈ ഒരൊറ്റ പ്രൊഡക്റ്റിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ കയ്യിൽ ക്ലെൻസർ ഇല്ല, ഫേസ് വാഷ് തീർന്നു പോയി, അല്ലെങ്കിൽ നമ്മൾ എവിടെയും പോകുമ്പോൾ അത് എടുക്കാൻ മറന്നുപോയി, ആ രീതിയിലുള്ള സമയത്തൊക്കെ ആ ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ആ ക്ലെൻസിങ്ങിനായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. മുഖം വെറുതെ ഒന്ന് കഴുകിയിട്ട് നമ്മളിത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ വാഷിങ്ങും എക്സ്ട്രാ ക്ലീനിങ്ങും ഒരുമിച്ച് നടക്കും. പിന്നെ നമ്മൾ ടോണർ എക്സ്ട്രാ ക്ലീനിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ മേക്കപ്പ് റിമൂവർ ആയിട്ടും യൂസ് ചെയ്യാം. മേക്കപ്പ് റിമൂവർ എന്ന് പറയുമ്പം നമുക്കറിയാം, ഇപ്പം പണ്ടൊക്കെ ഫംഗ്ഷന് മാത്രമാണ് മേക്കപ്പ് ഇടുന്നതെങ്കിൽ ഇന്ന് ഡെയിലി മേക്കപ്പ് ഇട്ടിട്ടാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലേ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ പോണ കാരണം, ആസ് എ ടീച്ചർ ഞാൻ കാണുന്നതാണ്, ചെറിയ കുട്ടികൾ മുതൽ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് പലരും വരാറുള്ളത് അല്ലേ. അപ്പം ആ രീതിയിൽ മേക്കപ്പ് റിമൂവർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം മേക്കപ്പ് ഇടുമ്പം നമ്മളത് അത് റിമൂവ് ചെയ്യുന്നതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ നല്ല ആ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് അല്ല എങ്കിൽ അതിൻ്റെ എന്താ പറയുക, എന്തെങ്കിലും ബാലൻസ് ആയിട്ട് നമ്മൾ ആ പോസിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ നമ്മളെ സ്കിന്നിനെ ബാധിക്കും. മാത്രമല്ല കുഞ്ഞു കുട്ടികൾ, നമ്മൾ സ്കൂൾ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്നതൊക്കെ നമ്മൾ ഫംഗ്ഷനൊക്കെ മേക്കപ്പ് ഇടുമ്പം അതൊക്കെ അവിടെയുള്ള പ്രൊഡക്റ്റാണ് ഇടുന്നത്, അതൊക്കെ ക്വാളിറ്റി ഉള്ളതാണോ നമുക്കറിയത്തില്ല. സോ അതും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ, എനിക്കിത് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആദ്യം എണ്ണ തേക്കും, എന്നിട്ട് മുഖം കഴുകി തരും, അങ്ങനെയാണ് അത് റിമൂവ് ചെയ്യാറ്. പക്ഷെ അതൊക്കെ സ്കിന്നിനെ ബാധിക്കും. പ്രത്യേകിച്ച് പണ്ടത്തെ കാലമല്ല, ഇപ്പം എല്ലാം കൊണ്ട് തന്നെ മാറിയിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം എക്സ്ട്രാ. സോ അങ്ങനെ മേക്കപ്പിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്, 3-in-1 ക്ലെൻസർ ടോണർ മേക്കപ്പ് റിമൂവർ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ നമുക്കറിയാം നല്ലൊരു എന്താ പറയുക, നമ്മളുടെ വിഷം, അതായത് ടോക്സിൻസിനെയൊക്കെ നീക്കം ചെയ്യുന്നതാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ക്ലീനിങ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ജമന്തി പൂവിൻ്റെ എക്സ്ട്രാക്റ്റ് കൂടാതെ ഗ്ലിസറിനും അടങ്ങിയിട്ടുണ്ട്. സോ ഒരു പ്രൊഡക്റ്റിൻ്റെ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇവിടെ ജസ്റ്റ് ഒരു പ്രസ്സിങ് ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു സോഫ്റ്റ് കോട്ടൺ തുണിയോ അല്ലെങ്കിൽ കോട്ടണോ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ആക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മുഖത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക, ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക, മുഖത്തെ എല്ലാ ഭാഗത്തും സ്വൈപ്പ് ചെയ്യുന്നു. ഓക്കെ, നോസിൻ്റെ ഭാഗത്ത്, കണ്ണിൻ്റെ മുകളിലും മുതൽ നമ്മളെ ചുണ്ടിലൊന്നും ആക്കണമെന്നില്ല. ഓക്കെ, അവിടുത്തെ നമ്മൾ അത്രയ്ക്കും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നു. ഇത് നമ്മൾ
ചെയ്യുന്നതിന് മുന്നേ ഉള്ളതും അതിന് ശേഷമുള്ള നമ്മളെ മുഖത്തിൻ്റെ ആ ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ താഴെയൊക്കെ വരുന്ന ഇപ്പോൾ കൺമഷിയൊക്കെ യൂസ് ചെയ്യുന്ന എന്നെ പോലെയുള്ള ആളുകളൊക്കെ, കാരണം നമുക്കൊക്കെ കൺമഷി ഇല്ലാതെ പറ്റില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആ ഒരു ഭാഗമൊക്കെ കറക്റ്റായിട്ട് ക്ലീൻ ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഓക്കെ, അപ്പം ആദ്യം ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ഫേസും ഇപ്പോഴത്തെ ഫേസും നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടാവും. നമുക്ക് ഫേസ് തൊടുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല ഗ്ലോ വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ണിൻ്റെ താഴെയൊക്കെ നമുക്കത് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്ട്രാ ക്ലീനിങ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. ഇത് നെക്സ്റ്റ് നമ്മൾ എന്ത് ക്രീമോ മോയ്സ്ചറൈസറോ ട്രീറ്റ്മെൻ്റ് ആയിട്ട് സെറമോ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും അത് മാക്സിമം അത് അബ്സോർബ് ചെയ്തിട്ട് നമ്മളെ സ്കിന്നിന് ഒരു എക്സ്ട്രാ ഹെൽത്ത് തരും എന്നുള്ളതാണ്. സോ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു സ്റ്റെപ്പ് ആരും ഇനി റിജക്റ്റ് ചെയ്യരുത്. സൂപ്പറായിട്ടുള്ള സ്റ്റെപ്പാണ്. ഇനി ഈ സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നു പലരും ഇത് അറിയുമെങ്കിലും ടോണിങ് അറിയുമെങ്കിലും നല്ലൊരു പ്രോഡക്റ്റ് കിട്ടാതിട്ട് ഉപയോഗിക്കാതിരിക്കുന്നവരായിരിക്കാം. സോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഗ്യാരണ്ടിയാണ്, വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നമ്മളുടെ സ്കിന്നിനെ നമ്മളെ ഫേസിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുക. സ്കിൻ കെയർ ഒരിക്കലും മേക്കപ്പ് അല്ല, നാച്ചുറലായിട്ട് നമ്മളെ ഉള്ള ആ ഒരു സ്കിന്നിനെ നല്ല ബ്രൈറ്റാക്കി നല്ല രീതിയിൽ ഗ്ലോ ആക്കി നല്ലൊരു ഐശ്വര്യമുള്ള ഫേസ് നമുക്ക് തരുന്ന ഇതാണ് സ്കിൻ കെയർ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ മനസ്സിലാക്കുക, സ്കിൻ കെയർ എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യാം. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അവൈലബിലിറ്റി ഇതെങ്ങനെ കിട്ടുമെന്നോ അല്ല ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.